ആലപ്പുഴ സ്റ്റേഷൻ കിട്ടുന്നു. ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെയാണ്, പറവറപ്പാണ്. ഈ ഇത്തരം സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര ത്രില്ലാണ്. ഇനി ഇത്തരം സെറ്റുകൾ ഉണ്ടാക്കാനും അതിനെപ്പറ്റി കൂടുതൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ആവേശമാണ്. ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു കുഞ്ഞൻ റേഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞൊരു ഈ ഇരിക്കുന്ന റേഡിയോ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിപ്പം നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഈ കവറ് വളരെ മോശമായിരുന്നു. ഇവിടെ ഈ പുറമെ മൈക്ക ഒട്ടിച്ചു, സൈഡ് മൈക്ക ഒട്ടിച്ചു, ഇതെല്ലാം ഒട്ടിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അദ്ദേഹം 19-ാം തീയതി ഇത് കൊണ്ടുപോകാനായിട്ട് വരുവാണ്. അതിനു മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് അത് കൊടുത്തു വിടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ മാജിക്കയുണ്ട്. ഇത് ബാൻഡാക്കി ഞങ്ങൾ. ബാൻഡ്, ഇത് വോളിയം, ഇത് ട്യൂണിങ്, ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ലക്ഷ്മി വർക്ക് ഏറ്റുമാനൂർ എന്നുള്ള ഷോർട്ട് ഫോം ഇവിടെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. LWE, ലക്ഷ്മി വർക്ക് ഏറ്റുമാനൂർ. അപ്പോൾ അത്രയും ഞങ്ങൾ ചെയ്തു. ഇതൊരു നല്ല കർട്ടനും ഒക്കെ വെച്ച് ഞാനിത് മെസ്സേജ് അയച്ചു കൊടുത്തപ്പോൾ ആ സാറിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 19-ാം തീയതി വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക്. അപ്പോൾ ഇതിന് ഏരിയയിൽ മാത്രം കൊടുക്കാനുള്ള പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എർത്ത് വന്നിട്ട് നമ്മുടെ ഹൗസ് എർത്തിങ് തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം നമ്മൾ എർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് ഞാൻ കാണിക്കാം. ഇപ്പോൾ വർക്ക് ചെയ്യിക്കുകയാണ്. ഇതിപ്പോൾ ഓണാക്കി. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഇമ്പവും എല്ലാം ഉണ്ട്. ഇതിന് കാതിന് കേൾക്കാൻ നല്ല രസമാണ്. ഇത് നമ്മളിത് റേഡിയോ അടുത്ത് വെച്ച് വർക്ക് ചെയ്യിച്ചാൽ നല്ല രസം തന്നെയാണ് കേൾക്കാനായിട്ട്. മൊബൈലിൽ കൂടെ ആകുമ്പോൾ അത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത് കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇത് വന്നിട്ട് 3 ബാൻഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് 3 ബാൻഡ് സൗണ്ട് കേൾക്കാവോ? 3 ബാൻഡുണ്ട് ഇതിന്. അപ്പോൾ ഷോർട്ട് വേവ്, മീഡിയം, FM ഇങ്ങനെയാണ് ഞാനിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി ഒരു റേഡിയോയും കൂടെ ഞാൻ കാണിക്കാം. 2 റേഡിയോ ഉണ്ട് കാണിക്കാനായിട്ട്. ഇതാണ് അടുത്ത റേഡിയോ. ഈ റേഡിയോയും കൂടെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ഒരു 3-4 വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു റേഡിയോ ഇട്ടിരുന്നു, ഇതുപോലെ സെയിം സെറ്റ്. അപ്പോൾ മലയാളപ്പുഴയിലെ ഒരു ഡോക്ടറിൻ്റെ സെറ്റാണ് ഞാൻ ചെയ്തത്. അതെൻ്റെ വീഡിയോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ റേഡിയോയുടെ ഉടമസ്ഥൻ്റെ പേര് ജോൺ എന്നാണ്. അദ്ദേഹം ബാങ്ക് ആയിരുന്നു, റിട്ടയർഡായി. അപ്പോൾ എൻ്റെ വീഡിയോ കാണാനും അത് കണ്ടു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഈ സെറ്റ് ഇരുന്നു, വെറുതെ ഇരിക്കുകയായിരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പാടിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ ആഗ്രഹം വന്നു. അപ്പോൾ എന്നെ സമീപിച്ചു. എന്നെ ആദ്യം തന്നെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞ് ഞാനത് അറ്റൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു റേഡിയോ ഇരിപ്പുണ്ട്, സ്റ്റീരിയോ സെറ്റാണ്, അതെനിക്ക് വർക്ക് ചെയ്യിച്ച് കിട്ടണം എന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അതിനെന്താ കൊണ്ടുവന്നാൽ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇവിടെ വന്ന് ഇത് പണിയുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. ഇതിന് ഒരുപാട് നല്ല ഭംഗിയുള്ള സെറ്റാണ്. പക്ഷേ ഇതിൻ്റെ മേൽഭാഗമൊക്കെ മൈക്ക പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒട്ടിച്ച് ഇവിടെയൊക്കെ മൈക്ക ഒട്ടിച്ച് റെഡിയാക്കണമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ ചെയ്തു വെച്ചു. ഇനിയിപ്പം ഇതിൻ്റെ പാർട്സ് എല്ലാം അകത്ത് വെച്ച് കഴിഞ്ഞ് പാടിച്ച് അദ്ദേഹത്തിന് നൽകണം.
ഈ ഇത്തരം സെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര ത്രില്ലാണ്. ഇനി ഇത്തരം സെറ്റുകൾ ഉണ്ടാക്കാനും അതിനെപ്പറ്റി കൂടുതൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഇത്തരം സെറ്റ് വരാനായിട്ട് ഞാൻ വീണ്ടും കാത്തിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ സെറ്റാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഋഷികേശൻ എന്ന ഒരു സാറാണ്, വില്ലേജ് ഓഫീസറായിരുന്നു, റിട്ടയർഡായി. അദ്ദേഹമാണ് ഈ സെറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതും ആലപ്പുഴ സ്റ്റേഷൻ കിട്ടുന്നു. ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെയാണ്, പറവറപ്പാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പാർട്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ട്രാൻസിസ്റ്ററാക്കി, ട്രാൻസിസ്റ്ററും ഐസിയും കൂടെ വെച്ച് റെഡിയാക്കി നല്ല കണ്ടീഷനായി FM ഒക്കെ വർക്ക് ചെയ്ത് എനിക്ക് തന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതും പ്രകാരം നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ വോളിയം ബാസും ട്യൂണിങ്ങും ബാസ് ട്രിബിള് ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതിന് എല്ലാ സിസ്റ്റങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വർക്ക് ചെയ്യിച്ച് നല്ല കണ്ടീഷനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പം ഈ സെറ്റുകൾ ആദ്യം പാലക്കാട്ടെ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഉള്ള സെറ്റുകൾ ഇതൊന്നും വർക്കിംഗ് ആയിട്ടില്ല. ഇതും മറ്റേ വേറെ ഇതിനു മുമ്പ് കാണിച്ച സെറ്റും എല്ലാം വർക്ക് ചെയ്യിച്ച് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഗുഡ് ലക്ക്.